പഞ്ചായത്തൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകും. ചാക്കിലിടിനനുസരിച്ച് ചാടിപ്പോകുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും നമുക്ക് കാണാൻ പറ്റും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ആളുകൾക്ക് രാഷ്ട്രീയമേ ഉണ്ടാവില്ല. അവിടെ വേറെ കുറെ കുടുംബ സ്വാധീനം, കുടുംബത്തിലെ ആൾക്കാർ, ബന്ധങ്ങൾ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ. ഞാൻ കുറ്റ്യാടിയല്ലേ, ഞാൻ നാദാപുരല്ലേ, എന്റെ നാട്ടില് BJP ഇല്ലല്ലോ, ഫാസിസം ഇല്ലല്ലോ, അതങ്ങ് ഉത്തർപ്രദേശിലല്ലേ. ഇവിടെ ഞങ്ങളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മട്ടന്നൂരിൽ നടക്കുമ്പോ, കുറ്റ്യാടിയിൽ നടക്കുമ്പോ, നാദാപുരത്ത് നടക്കുമ്പോ, ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ എന്റെ എളാപ്പാന്റെ മോൻ മത്സരിക്കുമ്പോ ഞാൻ മറ്റീനൊക്കെ വോട്ട് ചെയ്യും. ഇതിനൊന്ന് തിരിച്ചു ചെയ്യാം. ആട്, കോഴി, പിന്നെ പാമ്പ്, ചുറ്റിക, അരിവാൾ എല്ലാ സാധനമായിട്ട് ഇറങ്ങുന്ന സമയമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോഡി കൊണ്ടുവന്ന ബില്ലുകളിലെ ഏറ്റവും ഫസാദും ഹലാക്കുമുള്ള ഒരു ബില്ല് പൗരത്വ ബില്ലാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റിലെ അക്ഷരത്തെറ്റിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ആ പൗരത്വ പട്ടികയുടെ വോട്ടർ പട്ടികയും പൗരത്വ പട്ടികയും കൈകാര്യം ചെയ്യുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ് വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും. വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും. അതിന് മുകളിലിരിക്കുന്ന പരമാധികാരിയുടെ പേരാണ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ അക്ഷരത്തെറ്റിന്റെ പേരിൽ മൈസൂരിൽ വന്ന് പ്രവാസ ജീവിതം നയിക്കുന്നതിന്റെ പേരിൽ 2 തെരഞ്ഞെടുപ്പ് നാട്ടിൽ ചെയ്യാതെ പോയതിന്റെ പേരിൽ രേഖകളിൽ നിന്ന് നിങ്ങൾ പുറത്താണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി കോട്ടയത്ത് നിന്ന് വന്ന ചേട്ടനോ ആലപ്പുഴയിൽ നിന്ന് വന്ന അച്ചായനോ ആയിരിക്കാം. അയാളുടെ മുഖത്ത് നോക്കി ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇയാൾ മൈസൂരിൽ ഉപജീവനാർത്ഥം പോയതാണ്, അദ്ദേഹം ഈ പഞ്ചായത്തുകാരനാണ്, സെക്രട്ടറി ആ പേരങ്ങ് ചേർത്തേക്കുക എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ് നമ്മുടെ പൗരത്വം ഉറപ്പാക്കേണ്ടുന്ന പണിയെടുക്കുന്ന ആളുടെ പേരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങൾ എവിടെ ഉഴപ്പിയാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉഴപ്പരുത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമുക്ക് കിട്ടുക എന്നതിനർത്ഥം 2 അർത്ഥമാണ്. ജീവിക്കുന്ന കാലത്ത് അവനാന്റെ പെരയിൽ കിടന്നുറങ്ങാനുള്ള അവകാശമാണ്, മരിച്ചതിന് ശേഷം അവനാന്റെ ഖബറിസ്ഥാനിൽ പോയിട്ട് കിടന്നുറങ്ങാനുള്ള അവകാശമാണ്. ഇത് രണ്ടും മോഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. വഖഫ് ബില്ലിലൂടെ മീസാൻ കല്ലേ ഊരി പോകാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക.